അകത്ത് ലാലേട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ പുറത്ത് ആൻ്റണി ചേട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടക്കും. അത്രമാത്രം ആരാധകരാണ് ആൻ്റണി ചേട്ടനോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ളത്. അകത്ത് ലാലേട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ ആൻ്റണി ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൻ്റണി ചേട്ടനോടൊപ്പമുള്ള ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തം എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഒന്ന് ആൻ്റണി ചേട്ടനൊപ്പം ഫോട്ടോ എടുക്കുന്നു. കാരണം ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലുമായുള്ള ഒരു കൂട്ടുകെട്ട് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതിന് തെളിവ് തന്നെയാണ് അത്തരമൊരു ഫോട്ടോഷൂട്ടും കൂടെ ഇവിടെ കാണുന്നത്. എന്തായാലും പുറത്ത് ആൻ്റണി പെരുമ്പാവൂരുമായുള്ള ഫോട്ടോ സെക്ഷൻ നടക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അതായത് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന തെളിവാണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഇത്തരം ഒരു ഫോട്ടോ സെക്ഷനും കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതും ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. 6000-ഓളം ആളുകളുടെ ഫോട്ടോ എടുക്കുന്ന ആ സന്ദർഭത്തിൽ തിരിച്ച് ഇറങ്ങി വരുന്നവർ ആൻ്റണി പെരുമ്പാവൂരുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് കാണാൻ കഴിയുന്നു. അത്ര മനോഹരമാണ് ഈ പ്രേക്ഷകർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ ഇദ്ദേഹം കാണാം. എല്ലാവരും വന്ന് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. അതിൽ ഇവർ ഭാരവാഹികളെല്ലാവരും ആൻ്റണി ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആ സെക്ഷനും നമുക്ക് കാണാം. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് ആളുകൾ ഫോട്ടോ എടുത്തവർ പോകുന്നു, ഫോട്ടോ എടുക്കാനുള്ളവർ ഇപ്പോൾ അകത്ത് തുടരുന്നു. ഫോട്ടോ എടുത്തവർ പോകുന്നു. ഇപ്പം ഒരു കലണ്ടർ കൊടുക്കുന്നുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു കലണ്ടർ കൊടുക്കുന്നുണ്ട്. ആ കലണ്ടർ നമുക്കൊന്ന് കാണാം. ആ കലണ്ടർ ഒന്ന് കാണിക്കാവോ? ഇതാണ് ഒരേ കലണ്ടറിലും ഒരേ പടങ്ങൾ വെച്ച് ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങാനുള്ള ഒരേ പടങ്ങൾ വെച്ചുകൊണ്ട് ഗംഭീര ഫോട്ടോയാണ് ലാലേട്ടൻ്റെ. ഇതിലേക്കുള്ള ആവേശമില്ലല്ലോ. നോക്കുക പടങ്ങൾ, ലാലേട്ടൻ്റെ ഒരേ പടങ്ങളും. ഇനി ആളുകളുടെ മുമ്പ് പുതിയ പടത്തിൻ്റെ പ്രൊഡ്യൂസിൻ്റെ ഒരു സ്റ്റില്ല് 2024 കലണ്ടറാണ്. നോക്കി എന്ത് മനോഹരമാണ് ലാലേട്ടൻ്റെ ഫോട്ടോസ് എന്ന് നമ്മൾ കാണുക. ഒക്കെ ലാലേട്ടനും അമ്മയും. ഇത് ഒരു പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിലെത്തുന്ന ഒരു സ്റ്റില്ലാണ്. അമ്മയുമായിട്ടുള്ള അമ്മയെ പടം വെച്ചുകൊണ്ടൊരു ഫോട്ടോ. അങ്ങനെ മനോഹരമായ ഫോട്ടോ ഇത് ഉണ്ടല്ലോ. പുതിയ ഏറ്റവും എമ്പുരാൻ്റെ ഒരു ഫോട്ടോ വരുന്നു. അതോടൊപ്പം ലാലേട്ടൻ. ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. മമ്മൂക്കായും ലാലേട്ടനുമായിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്നു ഫാൻസുകാർ എന്നതിൻ്റെ തെളിവാണ്. ലാലേട്ടൻ്റെ അടുത്തൊരു ഫോട്ടോയാണ്. അതോടൊപ്പം നിരവധി ഫോട്ടോ ലാലേട്ടൻ്റെ വ്യത്യസ്തമായ ഫോട്ടോകളാണ്. ആൻ്റണി ചേട്ടനും ലാലേട്ടനും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അകത്ത് ലാലേട്ടൻ്റെ ഷൂട്ട് നടക്കും, പുറത്ത് ആൻ്റണി ചേട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നു, പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു സൗഹൃദമാണ് ഈ കലണ്ടറിൽ വരെ കാണിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയം. എന്തായാലും മനോഹരമായ ഒരു കലണ്ടർ വരെ ഈ വർഷം ഇറക്കിയിട്ടുണ്ട്. എന്ത് തോന്നി? സന്തോഷമല്ലേ? വളരെ സന്തോഷം. നമ്മളെ ലാലേട്ടനെ കാണാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ചെന്നൈയിൽ നിന്ന് മാത്രം വന്നു. ചെന്നൈയിൽ നിന്ന്? അതെ. എൻ്റെ വീട് എറണാകുളമാണ്, പക്ഷെ ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ഇതിനു വേണ്ടി ട്രെയിൻ ടിക്കറ്റ് പോലും ഇല്ലാതെ തത്കാൽ ടിക്കറ്റ് എടുത്ത് ഇതിനു വേണ്ടി മാത്രം വന്നു. നാളെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അവിടെ എന്ത് ചെയ്യാണ്? ഞാൻ അവിടെ ഫാമിലി ആയിട്ട് അവിടെയാണ്. ഫാമിലിയെ കൊണ്ടുവന്നില്ല അല്ലേ? ഇല്ല. തിരിച്ചു പോകുമ്പോൾ ഫാമിലി എന്ത് പറയും? ഇല്ല, കുഴപ്പമില്ല. നമ്മുടെ ആഗ്രഹം നമ്മളെങ്ങനെ സാധിച്ചാൽ അവർ സന്തോഷമായിട്ടിരിക്കും. ഇതൊരു വലിയൊരു വാക്കാണ് കേട്ടോ ഈ പറയുന്നത്. ചെന്നൈയിൽ നിന്നുമാണ് ഇദ്ദേഹം എത്തിയത്. ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് ചെന്നൈയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് പുള്ളിയോട് ഞാൻ ചോദിക്കുകയാണ് ഫാമിലി എന്ത് പറയുന്നു. എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഫാമിലി ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആ വാക്ക് വലിയ വാക്കാണ് അല്ലേ? പേരെങ്ങനെയാണ്? എൽദോസ്. ഒത്തിരി സന്തോഷമായല്ലേ? അതെ. കണ്ണ് നിറയുന്ന വാക്കുകളാണ് ആളുകൾ പറയുന്നത് കാര്യത്തിൽ സംശയം. എന്തായാലും നല്ല രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ഇപ്പോഴും തുടരുന്നു. ഇനിയും ആളുകൾ ഫോട്ടോ എടുത്തെടുത്ത് വരുന്നത്. നമുക്കത് അവരൊരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടി അവിടെ പോയി ഫോട്ടോ എടുത്തപ്പോൾ ലാലേട്ടനോട് ചേർന്ന് നിന്ന ഒരു ഫോട്ടോ വൈറൽ ഫോട്ടോയാണ്. കാരണം ലാലേട്ടൻ ചേർത്ത് പിടിച്ച ഒരു കുട്ടിയാണത്. ലാലേട്ടൻ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്ത ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ ഒന്ന് കാണണം. ഫോട്ടോ എടുത്തില്ലേ? പൊന്നൂന് നാണം വരുന്നു. പൊന്നു നല്ല ഗ്ലാസ് ഒക്കെ വെച്ചാൽ ഈ ഗ്ലാസ് ഒന്ന് വെച്ചാൽ കാണട്ടെ. ഈ ഗ്ലാസ് ഒന്ന് വെച്ചേ. ലാലേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത അല്ലേ? എന്ത് തോന്നി? ഫോട്ടോ എടുത്തില്ലേ? ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ആ മുഹൂർത്തം? ഒന്ന് ഓർത്തത് മോളെ ഒന്ന് ഇപ്പുറത്തേക്ക് വെച്ചാൽ ചേച്ചിയുടെ മുഖം ഒന്ന് കാണട്ടെ. പ്രേക്ഷകരുണ്ട് ഇപ്പുറത്തേക്ക് ഒന്ന് വെക്കി. ഫോട്ടോ എടുത്തില്ലേ? ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടോ? ഇപ്പൊ എടുത്തപ്പോ എന്താണ് തോന്നിയത്? ഇത്രയും സമയം ക്യൂ എത്രയോ പേരുടെ ഫോട്ടോ എടുക്കുന്നല്ലേ? മോള് കട്ട ഫാനാണോ ലാലേട്ടന്റെ? അതല്ലേ? നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.